40 റൂൾസ് ഓഫ് ലവ് പാർട്ട് 4. ആ ദിവസം ഞാൻ വ്യക്തമായി ഓർക്കുന്നു. വേശ്യാലയത്തിൽ നിന്ന് ദൈവമാർഗം തേടി ഒളിച്ചോടിയ ഒരു പെണ്ണിനെ തിരഞ്ഞിറങ്ങിയതായിരുന്നു ഞാൻ. അവൾ സുന്ദരിയായ ഒരു യുവതിയായിരുന്നു. അതോർത്ത് എൻ്റെ ഹൃദയം ഒട്ടൊന്നു തകർന്നെന്ന് പറയാതെ വയ്യ. കാരണം അവളെ പിടികൂടിക്കഴിഞ്ഞാൽ ഇനിയൊരിക്കലും ഒരു പുരുഷനും നോക്കാത്ത വിധം അവളുടെ മുഖം വിരൂപമാക്കി കളയലായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്ന ജോലി. മണ്ടിയായ ആ സ്ത്രീ എൻ്റെ കയ്യിൽ പെടാതിരിക്കെയാണ് എൻ്റെ വാതിൽപ്പടിയിൽ നിഗൂഢമായ ഒരു കത്ത് കണ്ടെത്തിയത്. എനിക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു. അതിനാൽ ഞാൻ കത്തുമായി മദ്രസയിലേക്ക് പോയി. ഒരു പയ്യന് കുറച്ചു പൈസ കൊടുത്ത ശേഷം അതൊന്ന് വായിച്ചു തരാൻ ആവശ്യപ്പെട്ടു. അതൊരു ഊമക്കത്തായിരുന്നു. ഏതാനും യഥാർത്ഥ വിശ്വാസികൾ എന്നാണ് അതിൽ ഒപ്പിട്ടിരുന്നത്. ശരിക്കും നീ ഇപ്പോൾ എവിടെയാണെന്നും നീ എവിടെ നിന്ന് വരുന്നുവെന്നും ഒരു വിശ്വാസ കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. കത്ത് ഇങ്ങനെയായിരുന്നു: ഘാതക സംഘത്തിലെ മുൻ അംഗമേ, ഹസൻ സബ്ബായുടെ മരണശേഷവും നിങ്ങളുടെ നേതാക്കൾ തടവിലായ ശേഷവും സംഘം പഴയതുപോലെയല്ല എന്ന് ഞങ്ങൾക്കറിയാം. നീ കൊനിയയിലെത്തിയത് പീഡനങ്ങളിൽ നിന്നു രക്ഷ തേടിയാണ് എന്നും നീ വേഷം മാറിയാണ് നടക്കുന്നതെന്നും ഞങ്ങൾക്കറിയാം. അടിയന്തര പ്രാധാന്യമുള്ള ഒരു കാര്യത്തിന് എൻ്റെ സേവനം ആവശ്യമായി വന്നിരിക്കുന്നുവെന്നാണ് കത്തിൽ പറഞ്ഞിരുന്നത്. തൃപ്തികരമായ പ്രതിഫലവും ഉറപ്പുതന്നിരുന്നു. താൽപ്പര്യമുണ്ടെങ്കിൽ അന്നു രാത്രി പ്രദേശത്തെ അറിയപ്പെടുന്ന ഒരു മദ്യശാലയിൽ ഹാജരാകാനായിരുന്നു നിർദ്ദേശം. അവിടെ എത്തിയാൽ ജനാലയോട് ചേർന്നുള്ള ഒരു മേശയ്ക്ക് മുന്നിൽ ഞാൻ വാതിലിനു പുറം തിരിഞ്ഞു നിലത്ത് നോക്കി തല കുനിച്ചിരിക്കണം. താമസിയാതെ എന്നെ കൂലിക്കെടുക്കുന്ന ആളുകളോ വന്നു കാണും. എനിക്കാവശ്യമായ എല്ലാ വിവരങ്ങളും അവർ തരും. അവർ വരുമ്പോഴോ പോകുമ്പോഴോ സംസാരത്തിനിടയിലോ ഒരിക്കൽ പോലും ഞാൻ തലയുയർത്തി അവരെ നോക്കാൻ പാടില്ല. അതു വിചിത്രമായൊരു കത്തായിരുന്നു. എന്നിരിക്കലും എൻ്റെ ഇടപാടുകാരുടെ തോന്നിയാസങ്ങളൊക്കെ എനിക്കു ശീലമായിരുന്നു. ഇക്കാലത്തിനിടെ എന്നെ പലതരക്കാരായ ആളുകൾ കൂലിക്കെടുത്തിട്ടുണ്ട്. അവരെല്ലാം സ്വന്തം പേരുകൾ രഹസ്യമാക്കി വെക്കാൻ ആഗ്രഹിച്ചു. മിക്കപ്പോഴും സ്വന്തം പേരുവിവരങ്ങൾ രഹസ്യമാക്കി വെക്കാൻ ഇടപാടുകാർ എത്ര കാഠിന്യമായി ശ്രമിക്കുന്നുവോ അത്രമാത്രം ഇരയോട് അടുപ്പമുള്ളവരായിരിക്കും അവരെന്ന് അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതന്വേഷിക്കലല്ല എൻ്റെ പണി. എൻ്റെ ചുമതല ആളെ കൊല്ലലാണ്, അതിനു പിന്നിലെ കാരണങ്ങൾ അന്വേഷിക്കലല്ല. വർഷങ്ങൾക്ക് മുമ്പേ അലാമുത് വിട്ടതിനു ശേഷം ഞാൻ എനിക്കായി തിരഞ്ഞെടുത്ത ജീവിതം ഇതാണ്. ഒരിക്കലും ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നില്ല. ഞാനെന്തിനു ചോദിക്കണം? എനിക്കറിയാവുന്നതിലധികം പേരും ഒരാളെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരതു ചെയ്യാത്തതിനു കാരണം കൊല്ലാനുള്ള മോഹം അവർക്കുണ്ടാകാത്തത് കൊണ്ടാകണമെന്നില്ല. വാസ്തവത്തിൽ എല്ലാവരിലും അതുണ്ട്, ഏതെങ്കിലും ഒരു ദിവസം കൊല്ലുക എന്നത്. അത് സംഭവിച്ചു കഴിയുമ്പോഴല്ലാതെ മനുഷ്യർക്ക് അത് മനസ്സിലാകുകയുമില്ല. അവർ വിചാരിക്കുന്നത് അവർക്കൊരിക്കലും കൊല്ലാൻ കഴിയില്ലെന്നാണ്. അത് യാദൃച്ഛികതയുടെ ഒരു പ്രശ്നം മാത്രമാണ്. ചിലപ്പോൾ ഒരൊറ്റ അംഗ്യം മതി അവരിൽ കോപം ആളിക്കത്താൻ. മനഃപൂർവം വരുത്തുന്ന ഒരു തെറ്റിദ്ധാരണ, നിസ്സാരകാര്യത്തിനു മേലുള്ള കലഹം, ഇതൊന്നും വേണ്ട. തെറ്റായ ഒരിടത്ത് തെറ്റായ സമയം ചെന്നുപെട്ടാലും മതി. അല്ലാത്തപ്പോൾ മാന്യരും നല്ലവരുമായിരിക്കുന്ന മനുഷ്യരിലെ വിനാശകരമായ ഭാവം പുറത്തുവരാൻ ആർക്കും കൊല്ലാനാകും. എന്നാൽ ഒരു അപരിചിതനെ ഒരു മടിയുമില്ലാതെ കൊല്ലാൻ എല്ലാവർക്കും ആകില്ല. അവിടെയാണ് ചിത്രത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. ഞാൻ മറ്റുള്ളവർക്കു വേണ്ടി ആ ഹീനകൃത്യം ചെയ്യുന്നു. ജീവൻ ഇല്ലാതാക്കാൻ മരണദൂതനായ അസ്രായീൽ മലക്കിനെ തൻ്റെ ദൈവിക പദ്ധതിയിൽ നിയോഗിച്ച ദൈവം വരെ എന്നെപ്പോലൊരാളുടെ ആവശ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ മലക്കിനെ അതിനാൽ മനുഷ്യർ ഭയക്കുകയും ശപിക്കുകയും വെറുക്കുകയും ചെയ്തു. എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങൾ എപ്പോഴും ശുദ്ധമായിരുന്നു. അവിടുത്തെ നാമം കളങ്കപ്പെടാതിരിക്കുകയും ചെയ്തു. എന്നാൽ മാലാഖയോട് ചെയ്തതു ശരിയായിരുന്നില്ല. പക്ഷേ ഈ ലോകം എന്നെങ്കിലും നീതി നടപ്പിലാകുന്ന സ്ഥലമായിരുന്നോ? ഇരുട്ടായപ്പോൾ ഞാൻ മദ്യശാലയിലേക്ക് പോയി. മുഖമാകെ വസൂരിക്കലയുള്ള ഒരാൾ ജനാലക്കരികിലെ മേശ കൈയടക്കിയിരുന്നു. അയാൾ നല്ല ഉറക്കത്തിലാണെന്ന് തോന്നി. അയാളെ എണീപ്പിച്ച ശേഷം വേറെ എവിടെയെങ്കിലും പോയി ഇരിക്കൂ എന്നാവശ്യപ്പെടാൻ തോന്നിയെങ്കിലും പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. കുടിയന്മാരുടെ കാര്യമാണ്, അവരെങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് പറയാനാവില്ല. അതുമാത്രമല്ല, ഞാൻ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ നിൽക്കുകയും വേണമല്ലോ. ജനാലയ്ക്ക് അഭിമുഖമായി കിട്ടിയ മറ്റൊരു മേശയ്ക്ക് മുന്നിൽ ഞാൻ ഇരുന്നു. അധികം വൈകാതെ രണ്ടുപേർ എത്തി. മുഖം കാണിക്കാതിരിക്കാനായി അവർ എൻ്റെ ഇരുവശത്തായിട്ടാണ് ഇരുന്നത്. ആ മുഖങ്ങൾ നോക്കാതെ
തന്നെ പയ്യന്മാരാണവർ എന്ന് എനിക്ക് മനസ്സിലായി. അവരുടെ അടുത്ത നീക്കത്തിന് കാര്യമായ തയ്യാറെടുപ്പൊന്നുമില്ലാതെയാണ് വന്നിരിക്കുന്നതെന്നും. നിങ്ങൾ ഇവിടെ എത്തിയത് വളരെ വലിയ ശുപാർശയിലാണ്, അവരിൽ ഒരാൾ പറഞ്ഞു. ആ സ്വരം അത്ര കരുതലോടെയായിരുന്നില്ല. നിങ്ങളാണ് ഏറ്റവും മികച്ചതെന്നാണ് ഞങ്ങൾക്ക് അറിയാനായത്. ആ സംസാരരീതി തമാശ പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. വരാൻ പോയ പുഞ്ചിരി ഞാൻ അടക്കി. എന്നെ അവർ ഭയപ്പെടുന്നതായി ഞാൻ ശ്രദ്ധിച്ചു. അത് നല്ലത് തന്നെ. എന്നോട് ശരിക്കും പേടിയുണ്ടെങ്കിൽ എന്നോട് കുഴപ്പം കാണിക്കാൻ അവർ നിൽക്കില്ല. ഞാൻ പറഞ്ഞു. അതെ, ഞാൻ തന്നെ മികച്ചത്. അതുകൊണ്ടാണ് അവരൊക്കെ എന്നെ നരിത്തലയൻ എന്ന് വിളിക്കുന്നത്. എൻ്റെ ഇടപാടുകാരെ ഞാനൊരിക്കലും കൈവിടാറില്ല, എത്ര വിഷമം പിടിച്ച ദൗത്യമാണെങ്കിലും. നല്ലത്. അവരിൽ ഒരാൾ ദീർഘനിശ്വാസം ഉതിർത്തു. ഇത് അത്ര എളുപ്പമുള്ള ജോലിയാവില്ല. അപ്പോൾ മറ്റേയാളും പറഞ്ഞു. നോക്കൂ, ഒരുത്തനുണ്ട്, ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ. അയാൾ ഈ പട്ടണത്തിലെത്തിയതു മുതൽ കുഴപ്പം മാത്രമാണുണ്ടാക്കുന്നത്. ഞങ്ങൾ പലപ്പോഴും അയാൾക്ക് മുന്നറിയിപ്പ് കൊടുത്തതാണ്. പക്ഷേ അയാൾക്കൊരു കൂസലുമില്ല. കൂടുതൽ പ്രശ്നക്കാരനായി വരികയും ചെയ്യുന്നു. ഞങ്ങൾക്ക് മുന്നിൽ ഇതല്ലാതെ വേറെ വഴിയില്ല. ഇത് എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഓരോ തവണയും കരാർ ഉറപ്പിക്കും മുമ്പ് ഇടപാടുകാരൻ തൻ്റെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിക്കും. ഇക്കാര്യത്തിൽ എൻ്റെ കൂടി സമ്മതം കിട്ടിയാൽ അവർ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് ഗൗരവം കുറയുമെന്ന പോലെ. നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാക്കാനാകുന്നുണ്ട്. പറയൂ, ആരാണ് കക്ഷി? ഞാൻ ചോദിച്ചു. എനിക്ക് ആ പേര് പറഞ്ഞുതരാൻ അവർക്ക് മടിയുള്ളതുപോലെ തോന്നി. പകരം അവ്യക്തമായ ഒരു വിവരണമാണ് തന്നത്. ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്ത, ദൈവനിന്ദയും മതനിന്ദയും ശീലമാക്കിയ ഒരാൾ, ഒരു താന്തോന്നിയായ ദർവീഷ്. അപ്പറഞ്ഞതിലെ അവസാന വാക്കു കേട്ടതോടെ എൻ്റെ കൈകളിലൂടെ എന്തോ ഒന്ന് അരിച്ചുകയറുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ മനസ്സിൽ ഒരു ഇരമ്പം ഉണ്ടായി. ഞാൻ എല്ലാത്തരം മനുഷ്യരെയും കൊന്നിട്ടുണ്ട്. യുവാക്കളെ, വൃദ്ധരെ, സ്ത്രീകളെ, പുരുഷന്മാരെ. എന്നാൽ ദൈവവഴിയിലെ മനുഷ്യൻ, ഒരു ദർവീഷ് അക്കൂട്ടത്തിലുണ്ടായിട്ടില്ല. ഞാൻ വലിയ അന്ധവിശ്വാസിയായിരുന്നു. ദൈവകോപം എനിക്കുമേൽ ക്ഷണിച്ചു വരുത്താൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല. കാര്യങ്ങൾ എന്തൊക്കെയായാലും ദൈവത്തിൽ ഞാൻ വിശ്വസിച്ചു. അതിനാൽ ഞാൻ പറഞ്ഞു. ഇക്കാര്യം സ്വീകരിക്കാൻ എനിക്കാവുമെന്ന് തോന്നുന്നില്ല. ഒരു ആത്മീയ പുരുഷനെ കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ വേറെ ആരെയെങ്കിലും കണ്ടുപിടിക്കൂ. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ പോകാൻ എണീറ്റു. അവരിൽ ഒരാൾ എൻ്റെ കൈ കടന്നുപിടിച്ച് എന്നെ ഇരുത്തി. ദയവായി ഇരിക്കൂ. നിങ്ങളുടെ ജോലിക്കൊത്ത പ്രതിഫലമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങളുടെ കൂലി എത്രയാണോ അതിൻ്റെ ഇരട്ടി മുടക്കാൻ ഞങ്ങൾ തയ്യാറാണ്. 3 ഇരട്ടി തരുമോ? അത്രയും ഉയർന്ന തുക അവർക്ക് സ്വീകാര്യമാകില്ലെന്ന ഉറപ്പോടെയായിരുന്നു എൻ്റെ ചോദ്യം. ഒരിത്തിരി നേരത്തെ സന്നിഗ്ധതയ്ക്ക് ശേഷം എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് അവർ അക്കാര്യം സമ്മതിച്ചു. പരിഭ്രമത്തോടെ ഞാൻ ഇരുന്നിടത്തു തന്നെ ഇരുന്നുപോയി. എൻ്റെ ഉള്ളം പടപട അടിക്കുന്നുണ്ടായിരുന്നു. ഈ തുക കൊണ്ട് എനിക്കൊരു വധുവിനെ കണ്ടെത്താനാകും. ഇതോടെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനാവാതെ തെക്കുവടക്കു നടക്കുന്ന എൻ്റെ അവസ്ഥ മാറും. ഇത്രയും പണം ലഭിക്കുമെങ്കിൽ ഒരു ദർവീഷ് അല്ല ഏതൊരാളും കൊല്ലപ്പെടാൻ യോഗ്യനാണ്. എന്നാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പിഴവാണ് ഞാൻ കാണിക്കുന്നതെന്നും ശിഷ്ടജീവിതം മുഴുവൻ ഞാൻ ഇതോർത്ത് നീറിക്കൊണ്ടിരിക്കുമെന്നും ആ നിമിഷം ഞാൻ എങ്ങനെ അറിയാനാണ്? ഒരു ദർവീഷിനെ കൊല്ലുക ഘോരമായ ജോലിയാണെന്നും മരണശേഷവും കത്തിപോലുള്ള ആ നോട്ടം എല്ലായിടത്തും എന്നെ പിന്തുടരുമെന്നും ഞാൻ എങ്ങനെ തിരിച്ചറിയാനാണ്? ആ വീട്ടുമുറ്റത്ത് ഞാൻ അദ്ദേഹത്തെ കുത്തിക്കൊന്ന് ഒരു കിണറ്റിൽ കെട്ടിത്താഴ്ത്തിയിട്ട് 4 വർഷം കഴിയുന്നു. കിണറ്റിൽ നിന്ന് കുമിളകൾ ഉയരുന്നത് നോക്കി കുറേ നേരം നിന്നിട്ടും അത് സംഭവിച്ചില്ല. ഒരു ഒച്ച പോലും കേട്ടില്ല. കിണറ്റിലേക്ക് പതിക്കുന്നതിനു പകരം അദ്ദേഹം ആകാശത്തിലേക്ക് ഉയർന്നു പോയിട്ടുണ്ടാകുമോ എന്നെനിക്ക് തോന്നി. ഇപ്പോഴും ദുസ്വപ്നങ്ങൾ കാണാതെ ഒരു രാത്രിയും എനിക്കുറങ്ങാനാവില്ല. വെള്ളത്തിലേക്ക് നോക്കിയാൽ എവിടത്തെ വെള്ളമായാലും സെക്കൻഡുകൾക്കകം എന്നെ മഹാഭീതി ബാധിക്കുകയും എനിക്ക് മനം മറിയുകയും ചെയ്യും. ഭൂമി. ഭാഗം 1. വസ്തുക്കൾ ഘനരൂപമാർന്നവയെല്ലാം ആഗിരണം ചെയ്തും നിശ്ചലമാർന്നു. ഷംസ്. സമർഖണ്ഡിനു പുറത്തെ ഒരു സത്രം. മാർച്ച് 1242. പൊട്ടിപ്പൊളിഞ്ഞ തടിമേശയ്ക്കു മുകളിൽ എൻ്റെ കൺമുന്നിൽ മെഴുകുതിരി ലോലമായി ഉലഞ്ഞു. ആ സായാഹ്നത്തിൽ എന്നെ പിടികൂടിയ ദർശനം ഏറ്റവും സ്വച്ഛമായിരുന്നു. മഞ്ഞ റോസാപ്പൂക്കൾ വിരിഞ്ഞ മുറ്റമുള്ള ഒരു വലിയ വീട്. മുറ്റത്തിനു നടുവിൽ ലോകത്തിലെ ഏറ്റവും കുളിരാർന്ന ജലമുള്ള ഒരു കിണർ. ശിശിരാന്ത്യത്തിലെ പൂർണ്ണചന്ദ്രനുദിച്ച ശാന്തരാത്രി.
പശ്ചാത്തലത്തിൽ രാത്രികാല മൃഗങ്ങളുടെ മുരളിച്ചയും ഓരിയിടലും കേൾക്കാം. കുറച്ചു നേരത്തിനു ശേഷം വിരിഞ്ഞ ചുമലുകളും കാരുണ്യമാർന്ന മുഖവും ആഴമുള്ള കണ്ണുകളുമുള്ള ഒരു മധ്യവയസ്കൻ എന്നെ തിരഞ്ഞു വീടിനു പുറത്തേക്ക് വന്നു. അയാളുടെ ഭാവങ്ങൾ ചകിതമായിരുന്നു. കണ്ണുകൾ അങ്ങേയറ്റം ദുഃഖഭരിതവും. "ഷംസ്, ഷംസ്, താങ്കളെവിടെയാണ്? " ഇടതും വലതും തിരിഞ്ഞ് അയാൾ ചോദിച്ചു. കാറ്റ് ശക്തിയായി വീശി. സംഭവിക്കാൻ പോകുന്നത് കാണാൻ ആഗ്രഹിക്കാത്തതുപോലെ മുൾചന്ദ്രിക ഒരു മേഘത്തിനു പിന്നിൽ മറഞ്ഞു. മൂങ്ങകൾ മൂളൽ നിർത്തി. വവ്വാലുകൾ ചിറകടി നിർത്തി. വീടിനകത്തെ ഞെരിപ്പോടിലെ കനലുകൾ പോലും പൊട്ടിയില്ല. ലോകത്തിനു മീതെ സമ്പൂർണ്ണമായ ഒരു നിശ്ചലത ഇറങ്ങിവന്നു. ആ മനുഷ്യൻ കിണറ്റിനരികിലേക്ക് മെല്ലെ അടുത്ത് താഴേക്ക് നോക്കി. "പ്രിയമുള്ളവനേ," അയാൾ പിറുപിറുത്തു, "താങ്കൾ അവിടെയുണ്ടോ? " മറുപടി പറയാനായി ഞാൻ വായ് തുറന്നു. എന്നാൽ എന്റെ ചുണ്ടുകളിൽ നിന്നും സ്വരം പുറത്തേക്ക് വന്നില്ല. ആ മനുഷ്യൻ കിണറ്റിലേക്ക് കുനിഞ്ഞു നിന്ന് അതിനകത്തേക്ക് വീണ്ടും നോക്കി. വെള്ളത്തിന്റെ കറുപ്പല്ലാതെ മറ്റൊന്നും അയാൾക്ക് ആദ്യം കാണാനായില്ല. പിന്നെ കിണറിന്റെ അടിത്തട്ടിൽ, ഓളങ്ങളിൽ എന്റെ കരം കൊടുങ്കാറ്റിനു ശേഷം ബലഹീനമായ ഒരു പൊങ്ങുതടി പോലെ ലക്ഷ്യമറ്റു പൊങ്ങിക്കിടക്കുന്നത് അയാൾ കണ്ടു. ഇരുണ്ട മേഘത്തിനു പിന്നിൽ നിന്നും പുറത്തേക്ക് വരികയായിരുന്ന പൂർണ്ണചന്ദ്രികയെ തുറിച്ചുനോക്കുന്ന രണ്ടു കണ്ണുകൾ, തിളങ്ങുന്ന രണ്ടു കൃഷ്ണശിലകൾ. അടുത്തതായി അയാൾ തിരിച്ചറിഞ്ഞു. എന്റെ കൊലപാതകത്തിന് ആകാശങ്ങളിൽ നിന്നും ഒരു വിശദീകരണത്തിന് കാത്തിട്ടെന്ന പോലെ എന്റെ കണ്ണുകൾ ചന്ദ്രികയിൽ ഉറച്ചുപോയിരുന്നു. നെഞ്ചിലടിച്ച് കരഞ്ഞ് അയാൾ മുട്ടുകുത്തി വീണുപോയി. "അവർ അദ്ദേഹത്തെ കൊന്നു. എന്റെ ഷംസിനെ അവർ കൊന്നു. " അയാളുടെ നിലവിളി ഉയർന്നു. ആ സമയം കുറ്റിക്കാടുകൾക്ക് പിന്നിൽ ഒളിച്ചിരുന്ന ഒരു നിഴൽ രൂപം പൊടുന്നനെ പുറത്തേക്ക് വന്നു. എന്നിട്ട് പമ്മി പമ്മി ഉദ്യാനമതിലിനു മീതെ ഒരു കാട്ടുപൂച്ചയെപ്പോലെ പിടിച്ചു കയറി. എന്നാൽ കൊലയാളി അയാളുടെ കണ്ണിൽ പെട്ടില്ല. ഉള്ളം ഞെരിയുന്ന വേദനയുടെ പിടിയമർന്ന അയാൾ അലറിക്കരഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ ഉടഞ്ഞ ചില്ലിന്റെ മൂർച്ചയേറിയ കഷണങ്ങൾ പോലെ ആ രാത്രിക്കും മീതെ അയാളുടെ കരച്ചിൽ ഉടഞ്ഞു ചിതറിപ്പോയി. "പറഞ്ഞത് കേട്ടില്ലേ? ഭ്രാന്തനെപ്പോലെ അലറാതെന്ന്. ആ നിലവിളി നിർത്തൂ, അല്ലെങ്കിൽ തന്നെ ഞാൻ ചവിട്ടി പുറത്താക്കും. " "തന്നോട് വായടയ്ക്കാനാ പറഞ്ഞെ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? മിണ്ടാതിരിയെടോ. " ഒരു പുരുഷന്റെ സ്വരമായിരുന്നു അങ്ങനെ ഉച്ചത്തിൽ ഉയർന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഞാൻ അയാളെ കേട്ടില്ലെന്നു നടിച്ചു. എന്റെ കിട്ടിയ ദർശനത്തിനകത്തു കുറച്ചുകൂടി നേരം നിൽക്കാനായിരുന്നു എന്റെ ഇഷ്ടം. എന്റെ മരണത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ഞാൻ ആഗ്രഹിച്ചു. ഏറ്റവും ദുഃഖഭരിതമായ കണ്ണുകളോടെ കണ്ട ആ മനുഷ്യനെപ്പറ്റിയും കൂടുതൽ അറിയാൻ ഞാൻ ആഗ്രഹിച്ചു. ആരായിരുന്നു അയാൾ? അയാളും ഞാനും തമ്മിൽ എന്താണ് ബന്ധം? ആ ശിശിരരാത്രിയിൽ എന്തിനാണ് ഇത്ര ഹതാശനായി നിലവിളിച്ച് അയാൾ എന്നെ തിരഞ്ഞുകൊണ്ടിരുന്നത്?